അറിഞ്ഞു മോളെ കാര്യങ്ങള്. ഈ വിഷമങ്ങൾക്കിടയിലും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായല്ലോ. എന്നിട്ട് എന്താ മോളെ ഇങ്ങോട്ടൊന്ന് വിളിച്ച് വിവരം പറയാതിരുന്നേ? ഉണ്ണിയെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? അത് പിന്നെ സാഹചര്യങ്ങളൊക്കെ എതിരായതുകൊണ്ട് വിളിക്കാതിരുന്നതാ. സാഹചര്യം എതിരാണെന്ന് ആരാ പറഞ്ഞേ? മോള് ചെയ്തതേ പുണ്യ പ്രവൃത്തിയാ. ഞാൻ എത്രയോ നാളായിട്ട് വിചാരിക്കുന്നതെന്നറിയോ അവളെ ഈ സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് തള്ളി താഴെ ഇടാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ എനിക്കും എന്റെ മോനും ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവിടെ പിന്നെ മോളായതുകൊണ്ടേ അവരൊക്കെ അങ്ങ് ക്ഷമിക്കും. ഇനി ആ കുഞ്ഞു പോയെന്നറിഞ്ഞ പിന്നെ സമാധാനമായിട്ട് മോളും ഉണ്ണിയും കൂടെ കുഞ്ഞിനെ ലാളിക്കുമ്പോഴേ അത് കണ്ട് കണ്ണ് മിഴിച്ചു നിൽക്കും ലക്ഷ്മിയും കണ്ണനും. അതായിരുന്നല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹവും. അതിനി നടക്കാൻ പോവാ മോളെ. മോളെ ഇടയ്ക്ക് കണ്ണൻ ഇവിടെ വന്നിരുന്നു. കണ്ണേട്ടൻ മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വേറെ എന്ത് പറയാനാ? അവൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടേ പൂജാമുറിയിൽ കയറി അയ്യപ്പ വിഗ്രഹത്തിന്റെ മുന്നില് വിളക്കം കൊളുത്തിട്ട് പോയി. മോളെ അങ്ങനെ അവൻ ചെയ്യണമെങ്കിലേ എന്തോ കുഴപ്പമുണ്ട്. അവൻ അത്രയ്ക്ക് സങ്കടത്തിലായിരുന്നു. അല്ല മോളിങ്ങോട്ട് വരുന്നില്ലേ? ഇപ്പൊ വരുന്നില്ല അമ്മേ. എന്നാ പിന്നെ വരണ്ട മോളെ. മോളെ അവളെ തള്ളിയിട്ടതുകൊണ്ട് പിന്നെ കണ്ണനും മഞ്ജുവും മോൾ ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യൂന്ന് പറയാൻ പറ്റില്ല. മോളെ എന്തായാലും ശരീരം സൂക്ഷിക്കണേ, ആരോഗ്യം നോക്കണേ. ശരി അമ്മ. ആരാ മോളെ വിളിച്ചത്? ഉണ്ണിയേട്ടന്റെ അമ്മയാ വിളിച്ച്. എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിച്ചതാണോ? അതെ. അയ്യോ, അവളുടെ ഭർത്താവിനെ കൊന്നത് പ്രതാപനാണെന്ന് അറിഞ്ഞോ? അതൊന്നും അറിഞ്ഞില്ല. എന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്നിട്ടും പ്രതാപനെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും അവള് ചോദിച്ചില്ലേ? അതൊന്നും അറിഞ്ഞില്ലെന്നാ തോന്നുന്നത്. അതേപ്പറ്റൊന്നും സംസാരിച്ചില്ല. അതുപോലെ തന്നെ അച്ഛൻ ചെയ്ത തെറ്റും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്നേഹത്തോടെ എന്നെ വിളിച്ച് സംസാരിക്കില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഏതായാലും നമ്മൾ സംശയിക്കുന്ന പോലെ നാളെ പത്രത്തിലെങ്ങാനും ന്യൂസ് വന്നു കഴിഞ്ഞാ എല്ലാവരും എല്ലാം അറിയും. അത് കഴിഞ്ഞ ഈ സ്നേഹമൊക്കെ പമ്പ കിടക്കുകയും ചെയ്യും. മുത്തശ്ശി, എനിക്കിനി കഴിവുകെട്ട ഒരുത്തനോടൊപ്പം ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയാതിരിക്കും? ഞാൻ അമ്മയാവാൻ പോകുന്ന വാർത്ത അവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യം എന്നെ വിളിക്കേണ്ടത് എന്റെ ഭർത്താവാണോ അതോ ഭർത്താവിന്റെ അമ്മയാണോ? അതും ശരിയാ. ഉണ്ണിക്ക് മോളെ ഒന്ന് വിളിക്കായിരുന്നു. അയാള് വിളിക്കൊന്നുമില്ല. അയാൾക്കറിയാം ഇതൊക്കെ അധിക ചെലവാന്ന്. പൈസ പോകുന്ന ഓരോ ഏർപ്പാടിനും അയാളെ കിട്ടില്ല. എന്നുവെച്ചാ സ്വന്തം കുഞ്ഞിന് വേണ്ടി പോലും കാൽ കാശ് അയാൾ ചെലവാക്കില്ല. അതുപോലൊരുത്തനോടൊപ്പം എത്ര കാലം ജീവിക്കാൻ പറ്റും മുത്തശ്ശി? മോളെ, എന്നാലും അവൻ കാണാൻ നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനല്ലേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ? എല്ലാരും പറയുന്ന ശരിയാ. ഈ പുറമേയുള്ള ചന്തമൊക്കെ കല്യാണത്തിന് മുൻപേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ പെൺകുട്ടികളെ നന്നായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആണുങ്ങളോടായിരിക്കും പെൺകുട്ടികൾക്ക് തിരിച്ചും സ്നേഹം. അവരെ മാത്രമേ ഭർത്താവായിട്ട് അംഗീകരിക്കാനും പറ്റൂ. എന്തായാലും അവന്റെ അച്ഛന്റെ മരണം എങ്ങനെയായിരുന്നെന്ന് അവന് ഉടനെ അറിയും. അതിനുശേഷം പിന്നെ അവനും ഈ ബന്ധം തുടരാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണനും പറയുമായിരിക്കും പ്രതാപന്റെ മോളെ ഇനി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്. പ്രതാപൻ അവന്റെ അച്ഛനെ കൊന്നെന്ന് മാത്രമല്ലല്ലോ ഇപ്പോ നമ്മുടെ പേരിലുള്ള കുറ്റം. അവന്റെ കെട്ടിയോളെ മോളെ സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് തള്ളി താഴെയിട്ടില്ലേ? പിന്നെ എല്ലാത്തിനും വേണം ഒരു വിധി. എത്ര രാജകീയമായിട്ട് നടത്തിയ കല്യാണ, എന്നിട്ടും അതിന്റെ പ്രയോജനം കിട്ടിയത് ലക്ഷ്മിക്ക് മാത്രം. കല്യാണം കഴിഞ്ഞ് അന്നു മുതല്
മോൾക്കും എനിക്കും മോളുടെ അച്ഛനും കണ്ണീര് മാത്രം മിച്ചം. എന്റെ ദൈവമേ, എന്ന് തീരുമാനം.